കേരളം പോളിംഗ് ബൂത്തിലെത്തുന്ന ദിവസമാണ്. ഇനി ഏതാണ്ട് 20 മിനിറ്റ് മാത്രം പോളിംഗ് ആരംഭിക്കുന്നതിനായി വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ, വിവിധ ബൂത്തുകളിൽ ഇതിനോടകം തന്നെ സമ്മതിദായകരുടെ നിര നമുക്ക് കാണാൻ സാധിക്കുന്നു. സ്ഥാനാർത്ഥികളും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി വോട്ടിങ്ങിന്റെ ആദ്യ പങ്കാളിയാകാനുള്ള ശ്രമത്തിലാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഞാൻ മലപ്പുറത്തേക്ക് പോവുകയാണ്. മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഈ ലീഗിന്റെ ഉറച്ചകോട്ട എന്ന് പറയുമ്പോൾ പോലും അവിടെ വസീഫിന്റെ ഒരു യുവത്വം, വസീഫിനെ ഇറക്കിയുള്ള പ്രചാരണം, ഒരു കാടിളക്കിയുള്ള പ്രചാരണം നടത്തിയിരുന്നു. അവിടെ പലപ്പോഴും പറയുന്നത് കേൾക്കാം, ഭൂരിപക്ഷത്തിനായുള്ള പോരാട്ടമാണ് ഇട്ടി നടത്തുന്നതെന്ന്. പക്ഷെ അപ്പോൾ പോലും എടുത്തു പറയേണ്ടത് കൊട്ടിക്കലാശത്തിലുണ്ടായ തർക്കവും സംഘർഷങ്ങളും ഒക്കെയാണ്. എത്രത്തോളം പ്രശ്നബാധിത പ്രദേശങ്ങളുണ്ട് മലപ്പുറം മണ്ഡലത്തിൽ? എൽദോ, ഗുഡ് മോർണിംഗ്. ഞാനുള്ളത് പാണക്കാട് CKKM LP സ്കൂളിലാണ്. ഇവിടെയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും മുനീർ അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയുമടക്കമുള്ള പ്രമുഖ നേതാക്കൾ വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പോളിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തന്നെ ബൂത്തുകൾക്ക് മുൻപിൽ ആളുകളുടെ വരി നീണ്ട് കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു പോസിറ്റീവായ റെസ്പോൺസ് ആയിട്ട് വേണം കാണാൻ. കാരണം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുവാൻ ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിത്തുടങ്ങുന്നു എന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്ന കാര്യം. ഒപ്പം തന്നെ മലപ്പുറത്തെ സാഹചര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ മലപ്പുറത്ത് 14,79,000 വോട്ടർമാരാണുള്ളത്. പൊന്നാനി മണ്ഡലത്തിൽ 14,70,000. അത്തരത്തിൽ വലിയ ഒരു വോട്ടിംഗ് ഉള്ള അല്ലെങ്കിൽ സമുദായരുള്ള ഒരു മണ്ഡലമാണ് മലപ്പുറം. ഇവിടെ കാലങ്ങളായിട്ട് മുസ്ലിം ലീഗിൻ്റെ വലിയ ഒരു ഭൂരിപക്ഷമുള്ള മേഖലയാണ്. മലപ്പുറം മണ്ഡലം എന്ന പേരിൽ രൂപവൽക്കരിച്ചതിന് ശേഷം, രൂപമാറ്റം സംഭവിച്ചതിന് ശേഷം ഇവിടെ മുസ്ലിം ലീഗിന് ഒരു പരാജയം ഒരിക്കലും നേരിടേണ്ടി വന്നിട്ടില്ല. എല്ലാ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്ന ഒരു തരത്തിലേക്കാണ് മലപ്പുറത്തിൻ്റെ ചരിത്രം ലീഗിന് അനുകൂലമായിട്ട് ഉള്ളത്. പക്ഷേ ഇത്തവണ ഇടതുപക്ഷം അവരുടെ ഏറ്റവും മികച്ച യുവ സ്ഥാനാർത്ഥികളൊരാളായ വസീഫിനെ ആണ് മലപ്പുറത്ത് രംഗത്തിറക്കിയിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 40 ദിവസം നീണ്ട ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെല്ലാം തന്നെ വസീഫ് ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷകൾ ഉയർത്തുന്ന വിധത്തിലാണ് പ്രചാരണം നടത്തിയിരുന്നത്. മലപ്പുറത്ത് ഇത്തവണ അടിയൊഴുക്കുകൾ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഇടതുപക്ഷത്തിനുള്ളത്. സമസ്തയുടെ വോട്ടുകൾ, അതുപോലെ യൂത്ത് ലീഗിൻ്റെ വോട്ടുകൾ, അത്തരത്തിൽ ലീഗിനെ അലോസരപ്പെടുത്തുന്ന നിരവധി കാര്യങ്ങളുണ്ട് എന്ന് ഇടതുപക്ഷം കരുതുന്നു. ആ ഒരു സാഹചര്യത്തിൽ വലിയ ഒരു വിഭാഗം വോട്ട് ഇത്തവണ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ലീഗിൽ നിന്നും അല്ലെങ്കിൽ വലതുപക്ഷത്തിൽ നിന്നും ലഭിക്കുമെന്നൊരു പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ ആ പ്രതീക്ഷകൾ അസ്ഥാനത്താക്കാൻ കഴിയുമെന്ന് തന്നെയാണ്, ഒരു മാറ്റവും ഇവിടെ സംഭവിക്കില്ല എന്ന പ്രതീക്ഷ തന്നെയാണ് UDF പങ്കുവച്ചിട്ടുള്ളത്. കാരണം ഈ വോട്ട് ചോർച്ചകളൊന്നും അത് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത് പോലെ ഉണ്ടാകില്ല. അതിനപ്പുറത്തുമായിട്ട് SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും എല്ലാ വോട്ടുകൾ കൂടി ഇത്തവണ കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും എന്ന ഒരു കണക്കൂട്ടൽ ആണ് UDF-നുള്ളത്. അത്തരത്തിൽ വലിയ ആശങ്കകളൊന്നും UDF ക്യാമ്പിലില്ല. പക്ഷേ LDF-നെ സംബന്ധിച്ച് പ്രതീക്ഷകളേറെയുണ്ട്. മലപ്പുറത്തെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞാൽ പോലും അത് വലിയ ഒരു നേട്ടമായിട്ട് തന്നെയായിരിക്കും ഇടതുപക്ഷം കാണുക. കഴിഞ്ഞ തവണ നേടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടി ET ബഷീറിന് ഭൂരിപക്ഷം കുറയ്ക്കുക അത് അസാധ്യമല്ല ഒരു കാര്യം. അട്ടിമറി തന്നെ പ്രതീക്ഷിക്കുമ്പോൾ വോട്ട് കുറയ്ക്കുന്നത് ഒരു ചെറിയ കാര്യം തന്നെയാണ്. അത് സാധ്യമാകും എന്ന പ്രതീക്ഷ തന്നെയാണ് ഇടതുപക്ഷത്തിനുള്ളത്. BJP-ക്കാകട്ടെ ഇതുവരെ രാജ്യത്ത് പ്രഖ്യാപിച്ചതിൽ വെച്ച് ഏക ന്യൂനപക്ഷ വിഭാഗത്തിനുള്ള മുസ്ലിം വിഭാഗത്തിനുള്ള സ്ഥാനാർത്ഥിയാണ് അബ്ദുൽ സലാം. അദ്ദേഹം വലിയ പ്രചരണം നടത്തിയിരുന്നു. മോദിയുടെ ഗ്യാരണ്ടി മുൻനിർത്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രചരണം ഉണ്ടായിരുന്നത്. മലപ്പുറത്ത് വലിയ നേട്ടങ്ങൾ, അതായത് ഇതുവരെ നേടിയതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു വോട്ടിംഗ് ഇവിടെ നേടാൻ കഴിയുന്ന പ്രതീക്ഷയാണ്. മലപ്പുറം മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ ഇപ്പോൾ തന്നെ നീണ്ട നിര കാണാൻ കഴിയുന്നു. CV അനുമോദ് അവിടെ തുടരുകയും ചെയ്യും. മലപ്പുറത്തെ ഓരോ വാർത്തകളും CV അനുമോദ് പങ്കുവെക്കുകയും ചെയ്യും. മലപ്പുറത്ത് നിന്നുള്ള കാഴ്ചകളാണ്, ബൂത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് രാവിലെ അനുമോദ് പങ്കുവെച്ചത്.